ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും പിന്നെ കുറച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ മോനെ എഴുന്നേറ്റ് വന്ന പാടി തന്നെ നമ്മുടെ സെറ്റ് ബോക്സ് ആണ് നോക്കുന്നത്. അതിന് കേബിൾ എടുക്കാൻ പറ്റിയിട്ടില്ല, ആൾ വന്നിട്ടില്ല. അപ്പോൾ അതാണ് അവൻ വന്ന് നോക്കിപ്പോയത്. പിന്നെ ഞാൻ റൂമൊക്കെ അടിച്ച് വാരി തൂത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീലിമോളും കുഞ്ഞാവ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഹൗസ് ഓണർ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടേതായ ഒരു തൂത്തുവാരൽ വേണമല്ലോ. അങ്ങനെ ജനലും എല്ലാം ഒന്ന് തൂത്ത് വാരിയിടുന്നുണ്ട്. പിന്നെ അടുക്കളയിലേക്ക് പോന്നു. കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഈ പുതിയ വീട്ടിൽ വന്ന് എൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. എടുത്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വോയിസ് കൊടുക്കാനായിട്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും. കുറച്ച് വശം ഇങ്ങനെ ഷീറ്റ് ഇട്ടതാണ്. അപ്പോൾ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ ഓർത്തു മഴയൊക്കെ ഇല്ലാത്ത നേരത്ത് നോക്കി വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പാത്രം തേക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഒതുക്കാനുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ച പാത്രം കഴുകൽ കഴിഞ്ഞ് ഞാൻ ആ സിങ്കും കൂടി ഒന്ന് കഴുകി ക്ലീനാക്കി ഇടുന്നുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് നമുക്കിന്ന് വെണ്ടക്ക പച്ചടി പിന്നെ വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 1/2 കിലോ വെണ്ടക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്, അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണ്. അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ഉടക്കാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ വാക്കത്തി എവിടെ വെച്ചതെന്ന് അറിയില്ല കേട്ടോ. ഏതോ ചാക്കിലുണ്ട്. അതൊക്കെ നോക്കിയെടുത്ത് വരുമ്പോഴേക്കും നേരം വൈകും. അപ്പോൾ ഞാൻ പുറത്ത് അലക്കലെ കൊണ്ടുപോയിട്ട് തേങ്ങ ഉടച്ചെടുക്കുന്നുണ്ട്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ചിരവയും ഇവിടെ സെറ്റ് ആവുന്നില്ല, വെക്കാൻ പറ്റുന്നില്ല. കൗണ്ടർ ടോപ്പിന് ഭയങ്കര വീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചിരവയും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കത്തിയും കൊണ്ട് പൂളെടുത്തു. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നരച്ചെടുത്ത് കുറച്ച് കടുകും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാപരിപാടി തുടങ്ങുവാണ്. ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ഒരു 2 പച്ചമുളക് കീറിയതും നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഓർത്തു ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഞോളപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ എണ്ണയിലിട്ട് വാട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെണ്ടക്ക മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അതിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ അരച്ചെടുത്തേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാളംപുളിയും കൂടി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് വേണ്ട വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് തിളപ്പിച്ചിടുമ്പോഴേക്കും നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് മെഴുക്കുവരട്ടി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല.
മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതേ ചോറ് വാർക്കുവാണ്. അങ്ങനെ ചോറും വാർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത പണി നമ്മുടെ സ്റ്റൗവും തുടച്ചിടണം. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടണം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് പാത്രങ്ങളുണ്ട്. ചോറ് വെച്ച കുക്കറും പിന്നെ മിക്സിയും എല്ലാം ഒന്ന് തേച്ച് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറാണേ, മിക്സിയല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ തൂങ്ങി നടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടണം. അപ്പോൾ നമുക്ക് അടുക്കളയിൽ തന്നെയുള്ള സിങ്കിലിട്ട് പാത്രമൊക്കെ കഴുകാം കേട്ടോ. എല്ലാ പൈപ്പുകളും തന്നെയാണ്. അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞു. കൈയോടെ തന്നെ സിങ്കും കൂടി കഴുകിയിടുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി തുടക്കലാണ്. റൂമെല്ലാം അടിച്ച് ഇട്ടിട്ടുണ്ട്, ഇനി തുടക്കണം. പിന്നെ നമ്മുടെ ഈ കോലായില്ലേ, ഫ്രണ്ടിൽ ഇങ്ങനെ ഷീറ്റൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ കോലായിൽ മൊത്തം മണ്ണും വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് കളയണം. ആദ്യം തന്നെ കോലായി ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി അടുത്ത് റൂമും ഹോളും എല്ലാം തുടക്കാൻ പോവുകയാണ്. ഞാൻ തുടക്കാനായിട്ട് വന്നപ്പോഴേക്കും പീലിമോളും കുഞ്ഞാവും എല്ലാം കൂടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മേളമായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടിയാണ് തുടക്കൽ പരിപാടി. പിന്നെ അത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ കുറച്ചൊക്കെ ഞാൻ ഒതുക്കി. പിന്നെ കുറേയൊക്കെ ഇനി ഒതുക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ 2 എണ്ണം പണി മുടക്കി കിടക്കുവാണ്. അപ്പോൾ എന്താണെങ്കിലും കല്ലിലിട്ട് തന്നെ അലക്കണം. ഇവിടെ പിന്നെ അലക്കുകലുണ്ട്, തുണി വിരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ തുണി അലക്കാനുള്ളത് മുക്കി വെക്കാൻ പോവുകയാണ്. തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി ആ തുടക്കുന്ന തുണിയും പിന്നെ തടത്തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഇത് അലക്കാനുള്ള തുണിയൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. തുണി മുക്കി വെച്ചതിന് ശേഷം ഞാൻ കൈയും കാലൊക്കെ കഴുകി രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകണം. കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം, മോനും കൊടുക്കണം, എനിക്കും കഴിക്കണം. അപ്പോൾ ഞാൻ പിള്ളേർക്കും കൊടുത്തിട്ട് ഞാനും കഴിക്കുവാൻ പോകാം കേട്ടോ. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി തുണി അലക്കുന്നുള്ളൂ. ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള ഇനിയിപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾ സമ്മതിക്കില്ല അലക്കാൻ പോകാനൊക്കെ. ഇനി പിന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.